നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഠിനംകുളം ആതിര കൊലപാതക കേസിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി പുറത്തുവന്നു. കൃത്യം നടന്ന ദിവസം പെരുമാതുറയിൽ വാടകയ്ക്കെടുത്ത ലോഡ്ജിൽ നിന്നുമാണ് പ്രതി ആതിരയുടെ വീട്ടിലെത്തിയത്. തുടർന്ന് ആതിരയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയതെന്ന് ജോൺസൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവ ദിവസം രാവിലെ എത്തിയത് ആതിര വിളിച്ചതനുസരിച്ചാണെന്ന് ജോൺസൺ പറയുന്നു. രാവിലെ 6:30-ക്കാണ് പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്നും ഇറങ്ങിയത്. കാൽനടയായി ആതിരയുടെ വീടിന് സമീപത്തെത്തി. തുടർന്ന് മകനെ സ്കൂളിൽ വിടുന്നതുവരെ പ്രതി കാത്തിരുന്നു. ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 8:30-ഓടെ മകനെ സ്കൂളിൽ വിട്ടതിനു ശേഷമാണ് പ്രതി വീടിനുള്ളിൽ കയറുന്നത്. തുടർന്ന് വീടിനുള്ളിൽ പ്രവേശിച്ച ജോൺസൺ ആതിര നൽകിയ ചായ കുടിക്കുകയും ചെയ്തു. ആതിര അടുക്കളയിൽ കയറിയ സമയത്താണ് പ്രതി കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചത്. തുടർന്ന് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പ്രതി കൃത്യം നടത്തുകയായിരുന്നു. കൃത്യത്തിനു ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി 9:30-ഓടെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രതിയുടെ ഷർട്ടിൽ രക്തം പുരണ്ടതിനെ തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി പെരുമാതുറയിലെ ലോഡ്ജിൽ എറണാകുളത്തെ വിലാസമുള്ള ID കാർഡ് ഉപേക്ഷിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി കോട്ടയത്തെത്തിയത് വസ്ത്രങ്ങൾ എടുക്കാനായിരുന്നു. ഇതിനിടെയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ചിങ്ങവനം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വെഞ്ഞാറമൂട് ആലിയോട് പ്ലാവിള വീട്ടിൽ ആതിരയെ കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ 11:30-ഓടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്ത് പകുതിയോളം മുറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. കഴിഞ്ഞ 1 വർഷമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. ഇൻസ്റ്റഗ്രാമിലൂടെ റീലുകൾ അയച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. നേരത്തെ ആതിര ജോൺസണുമായി പല സ്ഥലങ്ങളിലും പോയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആതിരയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്താണ് ജോൺസൺ പണം തട്ടിയിരുന്നത്. ഒടുവിൽ കൂടെ ചെല്ലണമെന്ന് ജോൺസൺ ആതിരയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആതിര ഇത് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം.